എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന 7ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായമായ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന ചാപ്റ്ററിൽ നിന്ന് PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചേ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധി. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും എന്ന് പറയുന്നത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണത്. ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്? പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി. ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്? പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി എന്നീ ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആരെല്ലാമാണ് പങ്കാളിയായത്? സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങിയവർ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ആരൊക്കെയാണ് പങ്കാളിയായത്? സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങിയവരാണ് പങ്കാളികളായത്. 1857 സ്വാതന്ത്ര്യ സമരം എന്തിനാണ് സഹായകരമായത്? മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയബോധം വളർത്തുന്നതിന്. 1857 സ്വാതന്ത്ര്യ സമരം എന്തിനാണ് സഹായകരമായത്? മതസൗഹാർദ്ദത്തിലൂന്നിയ ദേശീയബോധം വളർത്തുന്നതിന്. ദേശീയബോധം ശക്തിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട പ്രാദേശിക സംഘടനകൾ ഏതെല്ലാം? ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. ദേശീയബോധം ശക്തിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട പ്രാദേശിക സംഘടനകൾ ഏതെല്ലാം? ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. പ്രാദേശിക സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഉയർന്നു വന്ന സംഘടന ഏത്? 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പ്രാദേശിക സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഉയർന്നു വന്ന സംഘടനയാണ് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയബോധം വളർത്തുക എന്നിവയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നതു മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് ആരുടെ വരവോടെയാണ്? ഗാന്ധിജിയുടെ. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് ആരുടെ വരവോടുകൂടിയാണ്? ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച എന്തെല്ലാം ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്നാണ് നേതാക്കൾ ആഗ്രഹിച്ചത്? സ്വാതന്ത്ര്യം, സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച എന്തെല്ലാം ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്നാണ് നേതാക്കൾ ആഗ്രഹിച്ചത്? സ്വാതന്ത്ര്യം, സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമത്വം, സാഹോദര്യം, മതസൗഹാർദ്ദം എന്നിവ. എന്തെല്ലാം കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണത്തെ സ്വാധീനിച്ചത്? വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യനീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. എന്തെല്ലാം കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത്? വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യനീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം. റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്ന നിയമം ഏതാണ്? ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്ന നിയമം ഏതായിരുന്നു? ബ്രിട്ടീഷുകാർ 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാം? 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, 321 വിഭാഗങ്ങളും 10 പട്ടികകളും,
കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണ്? 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകൾ, 321 വിഭാഗങ്ങളും 10 പട്ടികകളും. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു നൽകിയിരുന്നു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. 1946 ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്ന് എന്തായിരുന്നു? സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. 1946 ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് എന്തായിരുന്നു? സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തെല്ലാം? നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. നമ്മുടെ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. നമ്മുടെ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. എന്തെല്ലാം ആശയങ്ങൾ പരിഗണിച്ചാണ് വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്? ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം എന്നിവ. എന്തെല്ലാം ആശയങ്ങൾ പരിഗണിച്ചാണ് വിദേശ ഭരണഘടനയിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത്? ഇന്ത്യക്കുള്ള വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം എന്നിവ. നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങൾ, അനുച്ഛേദങ്ങൾ, പട്ടികകൾ എന്നിവ ഉണ്ടായിരുന്നു? 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ. നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങൾ, അനുച്ഛേദങ്ങൾ, പട്ടികകൾ എന്നിവ ഉണ്ടായിരുന്നു? 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ. നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തെല്ലാം? 1. പാർലമെന്ററി ജനാധിപത്യം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു. 2. ജനങ്ങളുടെ പരമാധികാരം. രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. 3. മൗലിക അവകാശങ്ങൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്. 4. മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. 5. മാർഗനിർദ്ദേശക തത്വങ്ങൾ. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. 6. നിയമവാഴ്ച. എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. 7. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയാക്കിയ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. 8. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. 9. ഫെഡറലിസം. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനം. 10. ഏക പൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല. നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിത ഭരണഘടന. നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന. 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടികളുടെ ലക്ഷ്യം കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും. 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടിയുടെ ലക്ഷ്യം എന്താണ്? കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും. പോക്സോ ഫുൾ ഫോം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. പോക്സോയുടെ ഫുൾ ഫോം ആണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. എന്താണ് പോക്സോ ആക്ട് 2012? ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണിത്. എന്താണ് പോക്സോ ആക്ട്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിൽ വരുത്തുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. എത്ര വയസ്സിൽ താഴെയുള്ളവരെയാണ് പോക്സോ ആക്ട് പ്രകാരം കുട്ടിയായി പരിഗണിക്കുന്നത്? 18 വയസ്സിന് താഴെയുള്ളവരെ. എത്ര വയസ്സിൽ താഴെയുള്ളവരെയാണ് പോക്സോ ആക്ട് പ്രകാരം കുട്ടിയായി പരിഗണിക്കുന്നത്? 18 വയസ്സിൽ താഴെയുള്ളവരെ. പോക്സോ ആക്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമില്ലാത്തതുമായ
സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏതു വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയുവാനും അകറ്റി നിർത്തുവാനും അധികാരികളോട് പരാതിപ്പെടുവാനും ശ്രദ്ധ പുലർത്തണം. പോക്സോ ആക്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏതു വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയുവാനും അകറ്റി നിർത്തുവാനും അധികാരികളോട് പരാതിപ്പെടുവാനും ശ്രദ്ധ പുലർത്തണം. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് എവിടെയാണെന്നാണ് നമ്മുടെ നിയമത്തിൽ വിവരിക്കുന്നത്. വകുപ്പ് 12 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണ്. ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് എവിടെയാണെന്നാണ് നമ്മുടെ നിയമത്തിൽ വിവരിക്കുന്നത്. വകുപ്പ് 12 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസിലോ ആണ് വിവരം അറിയിക്കേണ്ടത്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഏതു പേരിൽ അറിയപ്പെടുന്നു? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ CWPO. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഏതു പേരിൽ അറിയപ്പെടുന്നു? ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ CWPO. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ എത്രാമത്തെ വകുപ്പ് പ്രകാരമാണ് നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്? 44-ാം വകുപ്പ്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ എത്രാമത്തെ വകുപ്പ് പ്രകാരമാണ് നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്? 44-ാം വകുപ്പ്. ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം? പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം? പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു. ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. ഭരണഘടനാ ഭേദഗതികളും അവയിലൂടെ വന്ന മാറ്റങ്ങളും. ഭേദഗതി 1 1951 പട്ടികകളുടെ എണ്ണം 9 മാറ്റി. ഭേദഗതി 42 1946 വരുന്നത്. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഭേദഗതി 44 1978 വരുന്നത്. സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാക്കി. ഭേദഗതി 73, 74 1992 വരുന്നത്. പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നു. ഭേദഗതി 86 2002 നിലവിൽ വരുന്നു. വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറി. ഭേദഗതി 101 2016 വരുന്നു. ചരക്കു സേവന നികുതി അല്ലെങ്കിൽ GST. എന്താണ് ഭരണഘടനാ ഭേദഗതി? മാറുന്ന ഭരണഘടനാ ഭേദഗതികളും അവയിലൂടെ വന്ന മാറ്റങ്ങളും. ഭേദഗതി 1 1951 പട്ടികകളുടെ എണ്ണം 9 മാറ്റി. ഭേദഗതി 42 1946 വരുന്നത്. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഭേദഗതി 44 1978 വരുന്നത്. സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാക്കി. ഭേദഗതി 73, 74 1992 വരുന്നത്. പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നു. ഭേദഗതി 86 2002 നിലവിൽ വരുന്നു. വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറി. ഭേദഗതി 101 2016 വരുന്നു. ചരക്കു സേവന നികുതി അല്ലെങ്കിൽ GST. എന്താണ് ഭരണഘടനാ ഭേദഗതി? മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. എന്താണ് ഭരണഘടനാ ഭേദഗതി? മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. 368 വകുപ്പ് അനുസരിച്ച് ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിന്. 368 വകുപ്പ് അനുസരിച്ച് ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അവകാശം ആർക്കാണ്? പാർലമെന്റിനും. ഏത് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നത്? 1973 കാസർഗോഡ് ഇടനീർ മഠത്തിന്റെ അധിപനായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിൽ ഏത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന
ഘടനയിൽ മാറ്റം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നത് 1973 കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിൽ. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 21A. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് 21A. ഏത് ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? 1976 42-ാം ഭേദഗതി. ഏത് ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? 1976 42-ാം ഭരണഘടനാ ഭേദഗതി. നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ എന്തെല്ലാം വെല്ലുവിളികളാണ് ഉണ്ടാകുന്നത്? അവയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങളുടെ വ്യത്യസ്തമായ താൽപ്പര്യങ്ങൾ, ജനഹിതം പൂർണ്ണമായി ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ. നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ എന്തെല്ലാം വെല്ലുവിളികളാണ് ഉണ്ടാകുന്നത്? അവയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ജനങ്ങളുടെ വ്യത്യസ്തമായ താൽപ്പര്യങ്ങൾ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്നിവയാണ്. അതോടുകൂടി 7-ാം ക്ലാസ്സിലെ 3-ാമത്തെ അധ്യായമായ ഭരണഘടന വഴിയും വഴികാട്ടി എന്ന ചാപ്റ്ററിൽ നിന്ന് PSCക്ക് ചോദിക്കാവുന്ന എല്ലാത്തരം ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.